ഭക്തസജ്ജനങ്ങൾക്ക് സാദര നമസ്കാരം. മലബാർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രവീഥികളിലൂടെ എന്ന സവിശേഷ പരിപാടിയിൽ ആലത്തിയൂർ ഹനുമാൻകാവ് പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിലെ ഐതിഹ്യപ്പെരുമയും മാഹാത്മ്യവുമാണ് നമ്മൾ ഇന്നറിയുന്നത്. ശ്രീരാമൻ്റെ ഗുരുവും സപ്തർഷികളിൽ പ്രമുഖനുമായ ശ്രീ വസിഷ്ഠ മഹർഷിയാണ് ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയത് എന്നാണ് വിശ്വാസം. 3000-ഓളം വർഷം പഴക്കമാണ് ക്ഷേത്രത്തിന് കണക്കാക്കുന്നത്. ക്ഷേത്രത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും ഹനുമാനുമാണ് പ്രധാന പ്രതിഷ്ഠ. കോഴിക്കോട് സാമൂതിരി രാജാവ് ട്രസ്റ്റി ആയിട്ടുള്ള ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ വളരെ കൃത്യതയോടെയാണ് നടത്തിവരുന്നത്. തൃപ്രയാർ ക്ഷേത്രത്തിലും കൂടൽമാണിക്യ ക്ഷേത്രത്തിലുമെല്ലാം ഹനുമാന്റെ സാന്നിധ്യം മാത്രമാണുള്ളത്. എന്നാൽ ശ്രീരാമൻ്റെ ശ്രീകോവിലിനോട് ചേർന്ന് പ്രതിഷ്ഠയായി തന്നെ ഹനുമാന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു എന്നത് തന്നെയാണ് ഏറെ പ്രാധാന്യമായി കണക്കാക്കുന്നത്. ലങ്കാധിപനായ രാവണൻ സീതയെ അപഹരിച്ച സന്ദർഭത്തിൽ സീതാന്വേഷണത്തിന് ശ്രീരാമൻ ഹനുമാൻ സ്വാമിയെ ലങ്കയിലേക്ക് പറഞ്ഞയക്കാൻ തുടങ്ങുമ്പോൾ സമുദ്രം ചാടിക്കടക്കാൻ തനിക്ക് കഴിയുമോ എന്നൊരു സംശയം ഹനുമാൻ ഉണ്ടാകുന്നു. ആ സംശയത്തിന് കാരണം മഹർഷി ശാപമാണ്. മഹർഷിമാരുടെ പർണശാലകൾ നശിപ്പിക്കപ്പെട്ടപ്പോൾ മഹർഷിമാർ ഹനുമാനെ ശപിക്കുകയും ആ ശാപം നിമിത്തം ഹനുമാന് തൻ്റെ ശക്തി തിരിച്ചറിയുവാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും ചെയ്തു. ഹനുമാന് വന്നു ചേർന്ന ഈ ശാപത്തെയും അതിൽ നിന്ന് എങ്ങനെ മോചനം ലഭിക്കും എന്നതിനെക്കുറിച്ചും 30 മുക്കോടി ദേവതകൾക്കും അറിയുന്നതിനാൽ ഹനുമാന്റെ കഴിവുകളെക്കുറിച്ച് മറ്റുള്ളവർ പ്രശംസിക്കുമ്പോൾ തൻ്റെ കഴിവുകൾ ഹനുമാന് ഓർമ്മ വരും എന്നതിനാൽ 30 മുക്കോടി ദേവതകളും ഹനുമാനെ പ്രശംസിച്ചുകൊണ്ടും അവരുടെ ശക്തി ഹനുമാന് പകർന്നു കൊടുക്കുകയും ചെയ്തതിനാൽ ഹനുമാന് തൻ്റെ കഴിവുകൾ മനസ്സിലാക്കി ശ്രീരാമൻ്റെ നിർദ്ദേശമനുസരിക്കുവാൻ തയ്യാറാകുകയും ചെയ്തു. 30 മുക്കോടി ദേവതകളുടെയും ശക്തി പകർന്നു നൽകിയതിനാലാണ് ആലത്തിയൂർ ഹനുമാൻ സ്വാമിക്ക് ഇത്രമേൽ ശക്തി വന്നു ചേർന്നത്. സീതയെ കണ്ടെത്തി രക്ഷിക്കുവാൻ ശ്രീരാമസ്വാമി വരുന്നു എന്നറിയിക്കുവാൻ ശ്രീരാമചന്ദ്രൻ നൽകുന്ന അടയാളവാക്യങ്ങൾ ശ്രവിച്ച് ഇവിടെ നിന്നും യാത്ര തിരിക്കുന്നു എന്നാണ് പ്രതിഷ്ഠാസങ്കല്പം. ശ്രീരാമദേവൻ ഹനുമാൻ സ്വാമിയോട് അരുൾ ചെയ്ത അടയാളവാക്യങ്ങൾ കേൾക്കാതിരിക്കാനായി അല്പം ദൂരത്തേക്ക് മാറ്റി നിർത്തപ്പെട്ടു എന്ന സങ്കല്പത്തിലാണ് പ്രദക്ഷിണ വഴിയുടെ പുറത്ത് വടക്കു ഭാഗത്തായി ലക്ഷ്മണ പ്രതിഷ്ഠ വന്നത് എന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിന് സമീപത്തായി ശ്രീ ഹനുമാൻ സമുദ്രലംഘനം നടത്തിയതിനെ സ്മരിക്കുന്നതിനായി കല്ലുകൊണ്ടുള്ള ഒരു തറ സ്ഥിതി ചെയ്യുന്നുണ്ട്. പ്രസ്തുത തറയുടെ അറ്റത്തായി നീളത്തിൽ കാണുന്ന കരിങ്കല്ല് സമുദ്രമായിട്ടാണ് സങ്കല്പം. ഭക്തർ ഓടി വന്ന് ഈ കരിങ്കല്ലിൽ തൊടാതെ ചാടുന്നത് ഹനുമാൻ സമുദ്രം ചാടിയ സങ്കല്പത്തിലാണ്. ഇപ്രകാരത്തിൽ ചാടുന്നത് ശ്രേയസ്കരവും ആയുരാരോഗ്യ സൗഖ്യം പ്രദാനം ചെയ്യുന്നതുമാണെന്നാണ് വിശ്വാസം. ക്ഷേത്ര ശ്രീകോവിലിൻ്റെ വലതുഭാഗത്തായി ചുവരിൽ വലിയ കപാലത്തിങ്കൽ ഭഗവതി സാന്നിധ്യമുണ്ട്. പണ്ട് ഈ ക്ഷേത്രത്തിലെ പൂജാരി തന്നെ ആയിരുന്നു കപാലത്തിങ്കൽ ഭഗവതി ക്ഷേത്രത്തിലും പൂജ നടത്തിയിരുന്നത്. ഭഗവതിയുടെ പരമഭക്തനായ അദ്ദേഹത്തിന് പ്രായാധിക്യം മൂലം ഭഗവതി ക്ഷേത്രത്തിലെ പൂജ ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ പൂജാരി ഭഗവതിയെ മനമുരുകി പ്രാർത്ഥിച്ചതിനെ തുടർന്ന് ഭഗവതി ശ്രീരാമ ശ്രീകോവിലിൻ്റെ വലതുഭാഗത്തായി പ്രത്യക്ഷപ്പെട്ട് ഇനി മുതൽ എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമെന്നും ഇനി മുതൽ എനിക്ക് നിവേദ്യങ്ങളും പൂജകളും ഇവിടെ നൽകിയാൽ മതി എന്നും പറഞ്ഞ് ഭഗവതി അപ്രത്യക്ഷമാകുകയും ചെയ്തു. അന്നു മുതൽ നിത്യവും വലിയ കപാലത്തിങ്കൽ ഭഗവതിക്ക് പൂജകളും നിവേദ്യങ്ങളും നടത്തി വരുന്നു. ശ്രീ ഹനുമാൻ ജയന്തിക്ക് ആഞ്ജനേയ സംഗീതോത്സവം 3 ദിവസങ്ങളിലായി വളരെ വിപുലമായി ക്ഷേത്രത്തിൽ നടന്നുവരുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുവരെ എത്തുന്ന ആയിരക്കണക്കിന് സംഗീതപ്രേമികളും ഭക്തരും ഈ സംഗീത സദസ്സിന് മാറ്റുകൂട്ടുന്നു. തുലാമാസത്തിലെ പൂരാടം, ഉത്രാടം, തിരുവോണം ദിവസങ്ങളിലാണ് ക്ഷേത്രോത്സവം.
ക്ഷേത്ര ഉത്സവ ദിവസം ഉച്ചയ്ക്ക് ശേഷം വലിയമ്പലത്തിൽ ചാക്യാർ കൂത്ത് അരങ്ങേറി വരുന്നു. എല്ലാ മാസവും തിരുവോണ നാളിൽ തിരുവോണ പൂജയും 4 തരം കറികളോടുകൂടിയുള്ള നിവേദ്യം ഭഗവാന് നിവേദിച്ച ശേഷം ഭക്തർക്ക് പ്രസാദകൂട്ടായി നൽകുന്നു. 3000-ഓളം ഭക്തരാണ് ഈ പ്രസാദകൂട്ടിൽ പങ്കെടുത്തു വരുന്നത്. പാൽപായസവും ചതുശതവുമാണ് ശ്രീരാമന് ഏറെ പ്രിയങ്കരം. ലക്ഷ്മണസ്വാമിക്ക് എല്ലാ 30 വ്യാഴാഴ്ചകളിലും അട നിവേദിക്കുന്നത് ഏറെ പ്രധാനപ്പെട്ട വഴിപാടാണ്. ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രധാനം അവൽ കുഴച്ചതാണ്. ഒരു പൊതി അവൽ നിവേദ്യമാണ് സമുദ്രം ചാടുന്നതിന് മുൻപ് ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമിക്ക് കഴിക്കുവാൻ നൽകിയത്. അവൽ, ശർക്കര, പഞ്ചസാര, ചുക്ക്, ജീരകം, നാളികേരം എന്നിവയടങ്ങിയതാണ് അവൽ നിവേദ്യം. അതുകൊണ്ട് തന്നെ ഒരു പൊതി അവൽ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടിയുള്ള പ്രധാന വഴിപാടാണ്. 100 നാഴി അരിയാണ് ഒരു പൊതി അവൽ എന്ന് പറയുന്നത്. ഈശ്വരവിശ്വാസിയായിരുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ജ്യോതിഷിയായ ഉണ്ണികൃഷ്ണ പണിക്കർ ഒരിക്കൽ ജയലളിത അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലെ സങ്കീർണമായ ഒരു ഘട്ടത്തിൽ അകപ്പെട്ടപ്പോൾ ആലത്തിയൂർ ഹനുമാന് ഒരു പൊതി അവൽ വഴിപാടായി നേരുവാനും ഉറപ്പായും അതിന് ഫലം കാണുമെന്നും പ്രവചിച്ചു. അത്ഭുതമെന്നോണം അതിൻ്റെ ഫലം കാണുകയും അവർ അന്ന് തന്നെ ക്ഷേത്രത്തിലെത്തി നേർന്ന വഴിപാട് നടത്തുകയും അതോടൊപ്പം സ്വർണ്ണ കിരീടവും ഗദയും ഹനുമാന് സമർപ്പിക്കുകയും ചെയ്തു. അന്നു മുതലാണ് ആലത്തിയൂർ ഹനുമാൻ സ്വാമിയുടെ ശക്തി ലോകമറിയുന്നത്. ശത്രുദോഷത്തിനും ശനിദോഷത്തിനും വിദ്യാഭിവൃദ്ധിക്കും കാര്യസാധ്യത്തിനും ഗദസമർപ്പണം വഴിപാട് ഏറെ ഫലം കണ്ടുവരുന്നു. മീനമാസത്തിലെ അത്തം നക്ഷത്രത്തിൽ ശ്രീരാമനും, കുംഭമാസത്തിലെ മകയിരം നക്ഷത്രത്തിൽ ലക്ഷ്മണനും, വൃശ്ചികത്തിലെ തിരുവോണത്തിന് ഹനുമാൻ സ്വാമിക്കും പ്രതിഷ്ഠാ ദിനമാണ്. ഉപദേവന്മാരായി ഗണപതിയും അയ്യപ്പനും ഭഗവതിയുമാണ് പ്രതിഷ്ഠ. നാലമ്പലത്തിന് പുറത്ത് വലതുഭാഗത്തായി പ്രതിഷ്ഠയുള്ള വിഷ്ണുവിന് പ്രധാന ദേവനായി തന്നെയാണ് പൂജകൾ നടത്തുന്നത്. ഹനുമാൻ ജയന്തിയും ശ്രീരാമ ജയന്തിയും വളരെ പ്രാധാന്യത്തോടെ ക്ഷേത്രത്തിൽ ആചരിക്കുന്നു. രാവിലെ 4:30 നട തുറന്ന് 11 മണി വരെയും വൈകിട്ട് 5 മണിക്ക് നട തുറന്ന് 7:30 വരെയുമാണ് ദർശന സമയം. ശ്രീരാമനും ലക്ഷ്മണനും ഹനുമാനും ദേവന്മാരായി കുടികൊള്ളുന്നതിനാലും ഭരതശത്രുഘ്ന സാന്നിധ്യം ഉള്ളതിനാലും കർക്കടക മാസത്തിലെ നാലമ്പല ദർശനത്തിന് ഈ ക്ഷേത്ര ദർശനം കൊണ്ട് തന്നെ ഫലം ലഭിക്കുമെന്നതിനാൽ ധാരാളം ഭക്തരാണ് കർക്കടക മാസത്തിൽ ഈ പുണ്യസങ്കേതത്തിൽ എത്തിച്ചേരുന്നത്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ.